أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. അഖില വസ്തുക്കളുടെയും ഭരണാധിപതിയും സർവശക്തനുമായ അള്ളാഹു എല്ലാവിധ നന്മയും എല്ലാ മഹത് ഗുണങ്ങളും വർദ്ധിച്ചവനാണ് എന്ന മുഖവരയോടുകൂടി പ്രാരംഭ വചനത്തിന് ശേഷം അതിൻ്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം എന്നോണം വമ്പിച്ച ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. കേവലം ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യൻ ഒരിക്കലൊരു ജീവിയായി ഭൂമിയിൽ പിറക്കുന്നു. അല്പകാലത്തിന് ശേഷം അവൻ്റെ ജീവിതം അവസാനിച്ച് അവൻ മരണമടയുകയും ചെയ്യുന്നു. രണ്ടും മനുഷ്യൻ്റെ ആവശ്യപ്രകാരമോ അവൻ്റെ ഉദ്ദേശമനുസരിച്ചോ അവൻ്റെ പ്രവർത്തനം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. രണ്ടും അള്ളാഹു കണക്കാക്കുന്നതും അവൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതും അത്രേ. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതും അള്ളാഹു തന്നെ ആവാനേ നിവർത്തിയുള്ളൂ. മരണത്തോടുകൂടി മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല. ഒടുക്കമില്ലാത്ത മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് ഐഹിക ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം. ആ ജീവിതം സുഖകരമാകുന്നതിന് ആവശ്യമായ സമ്പത്ത് തയ്യാറാക്കുന്നതത്രേ ഈ താൽക്കാലിക ജീവിതത്തിന്റെ ലക്ഷ്യമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിൽ ഓരോരുത്തരും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്തുന്നത് അവന്റെ മരണത്തോടു കൂടിയായിരിക്കും. അപ്പോൾ മരണവും ജീവിതവും ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിൽ വെച്ച് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം വ്യക്തം തന്നെ. പ്രവർത്തനത്തിന്റെ അവസാനം ജീവിതകാലമാണെങ്കിലും അതിന് വിരാമമിടുന്നതും അതിനെ വിലയിരുത്തുന്നതും മരണത്തോടു കൂടിയാണ്. പരീക്ഷണകരം തൃപ്തികരമാണെങ്കിൽ സിദ്ധിക്കുവാനിരിക്കുന്ന സൗഭാഗ്യവും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദൗർഭാഗ്യവും അവർണ്ണനീയമാകുന്നു. ആ നിലക്ക് ജീവിതത്തെക്കാൾ മനുഷ്യന് ചിന്താവിഷയമായിരിക്കേണ്ടത് അവന്റെ മരണമാണെന്ന് പറയേണ്ടതില്ല. ആദ്യം മരണത്തെക്കുറിച്ചും പിന്നീട് ജീവിതത്തെക്കുറിച്ചും അള്ളാഹു പ്രസ്താവിച്ചതും ഇതുകൊണ്ടായിരിക്കാം. അള്ളാഹുവിനറിയാം, എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്ന സർവജ്ഞാനാണല്ലോ അള്ളാഹു എന്നിരിക്കെ പരീക്ഷണ ഫലം എന്തായിരിക്കുമെന്ന് അറിയാത്തത് കൊണ്ടല്ല അവൻ പരീക്ഷണം നടത്തുന്നതെന്ന് സ്പഷ്ടമാകുന്ന ഇഹത്തിൽ വെച്ച് ഓരോരുത്തരും യാഥാർത്ഥ്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ട് കാണുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും പേരിൽ നടപടിയെടുക്കുവാനും വേണ്ടിയാകുന്നു അത്.